പ്രവാസി വ്യവസായിയായ ശ്രീ സുധീർ മേനോനാണ് ഇന്ന് ജനഭൂമിക്ക് ഒപ്പമുള്ളത്. അദ്ദേഹം ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന വിപുലമായ വലിയൊരു വ്യവസായ ശൃംഖലയുടെ അധിപനാണ്. GCC രാജ്യങ്ങളിലെ പല സ്ഥാപനങ്ങൾക്കും ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നാട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ്, പ്ലാന്ററാണ്. അതുപോലെ തന്നെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വളരെ സജീവമായ സാന്നിധ്യമാണ് ശ്രീ സുധീർ മേനോൻ. അപ്പോൾ അദ്ദേഹത്തോടെ നമ്മുടെ സമകാലിക കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ജനഭൂമി ഇന്ന് ഈ സ്റ്റുഡിയോയിലൊക്കെ ക്ഷണിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആളുകളെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ കാണുന്നത്, നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രവാസി ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ കാണുന്ന ആളാണ്. അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാവുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും മറ്റ് വിദേശികളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണമൊക്കെ അറിയാൻ പറ്റും. എന്തായാലും അദ്ദേഹത്തിനെ ഇന്ന് ഈ തിരക്കിനിടയിൽ നമുക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഈ സമകാലിക കേരള രാഷ്ട്രീയം അങ്ങിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലുണ്ട്. തിരക്കുള്ള ബിസിനസ് ജീവിതത്തിനിടയിൽ തിരക്ക് കേരളത്തിൽ വന്നു, വോട്ടൊക്കെ ചെയ്തിട്ട് ഇനിയും പോവുള്ളൂ. അപ്പോൾ എന്തായാലും സമകാലിക കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ്? സമകാലിക കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് UDFും LDFും മാറി മാറി വന്നിരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത് ഇത്രയും കാലം. കഴിഞ്ഞ തവണയാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടാം തവണയും അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ, ആദ്യത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാർക്കശ്യമായ നിലപാട്, ആ ധാർഷ്ട്യത എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം, ഇതൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റും, ഉദ്യോഗസ്ഥരെ ഒക്കെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ. പക്ഷെ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമായി എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തടയും, അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും അത് എത്രത്തോളം നടപ്പായി? അത് ഒരു ഫയൽ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ്. സാധാരണ ഈ പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി തലത്തിലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റികളിൽ നിന്ന് പരിഹരിച്ച് കിട്ടാത്ത കാര്യങ്ങളാണ് മന്ത്രിതലത്തിലേക്കൊക്കെ എത്തുക. അത് പരിഹരിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ ഇടതു സർക്കാരിനെ മാത്രമായിട്ട് പറയല്ല, ഇടതു വലതു സർക്കാരുകൾ ഇത്രയും കാലം ഭരിച്ചിരുന്ന എല്ലാവരും ഒരേ സിസ്റ്റം തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അതിനൊരു മാറ്റം വേണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് ദിഷണാശാലികളായ അധികാരികൾ ഭരണത്തിലെത്തണം. അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും ശരി. ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുവരുന്നത്, നിലവിലും ഇപ്പോൾ നേരത്തെയും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരുടെ സ്വജനപക്ഷപാതം. സ്വന്തം ജനങ്ങളെ, ഇപ്പോൾ ഉദാഹരണത്തിന് പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആൾക്കാരെ കുത്തിക്കയറ്റുന്ന പ്രവണത, 2 വർഷം കൂടുമ്പോൾ അവരെ റിസൈൻ ചെയ്ത് പുതിയ ആൾക്കാരെ കയറ്റുക, അവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്ന ഒരവസ്ഥയാണ്. അതൊക്കെ സ്വന്തം ആൾക്കാരെ കുത്തിക്കയറ്റാനുള്ളൊരു പ്രവണതയാണുള്ളത്. അത്തരം പ്രവണതകളൊക്കെ മാറ്റി നാട് നന്നാവണം, നാട്ടുകാർക്ക് വേണ്ട ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ചിന്താഗതി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉറപ്പായും നമ്മുടെ ഭരിക്കുന്ന ആളുകൾക്കിടയിൽ ഉയർന്നു വന്നേ പറ്റൂ. അത് ഇല്ലെങ്കിൽ കേരളത്തിന് വികസനം എന്ന് വാക്കുകളിലും പേപ്പറിലും പറയാമെന്നല്ലാതെ നമ്മളെവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഴിമതി, മറ്റൊന്ന് സ്വജനപക്ഷപാതം. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം നൽകിയ ഓഫർ, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്, അതുകൊണ്ട് ഫയൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കില്ല, വളരെ വേഗം തീരുമാനമെടുക്കും, എല്ലാവർക്കും നീതിയുക്തമായ ഭരണമായിരിക്കും നടപ്പിലാക്കുന്നതെന്ന്. ആ വാഗ്ദാനത്തിൽ നിന്നും പിണറായി വിജയൻ സർക്കാർ പിന്നോട്ട് പോയി, അല്ലെങ്കിൽ താങ്കളുടെ സങ്കല്പത്തിലുള്ള ഒരു ഗവൺമെൻറ് അല്ല പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നാണോ പറയുന്നത്? ഒരു പരിധി വരെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ നമുക്കറിയാം
സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരോട് സ്ട്രിക്റ്റായിട്ട് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്, ടൈമിംഗ് പാലിക്കുക, സമയക്രമം പാലിക്കുക എന്നുള്ളത്. എത്ര ഒരു മാസം അത് പാലിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പല പാർട്ടിയിൽപ്പെട്ട ഈ ഉദ്യോഗസ്ഥർ തന്നെ അതിനെതിരായി നിന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, അവരുടെ സമയവും നിഷ്ഠയും അവർ വന്ന് ഒപ്പിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അദ്ദേഹം അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു. പക്ഷെ അത് നടപ്പായില്ല. അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അത് സ്വന്തം പാർട്ടിക്കാരുടെ ഭാഗത്ത് തന്നെ ആവാൻ വന്നത്. അതൊക്കെയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. ഒരു ഭരണചക്രം തിരിക്കുന്ന ആൾക്ക് ഭരണത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ. അദ്ദേഹം അതിന് ശക്തമായൊരു നടപടി കൊണ്ടുവന്നാലേ അതിന് താഴോട്ടുള്ള കീഴ്ഘടകങ്ങളിലേക്കും ആ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അത് പ്രതീക്ഷിച്ചത്ര നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ UDF ആണെന്ന് സങ്കല്പിച്ചാൽ UDF വരുന്ന ഗവൺമെൻറ്റിനെ കോൺഗ്രസ്സിലെ ഏത് നേതാവ് നയിക്കുന്നതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? 3 പേരുണ്ട്, അല്ല ഏതെങ്കിലും ഒരു നേതാവ്, ഏത് നേതാവാണ് താങ്കൾ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു നേതാവ്? UDF നേതാക്കന്മാരുടെ ബഹളമാണ്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അവരുടെ തന്നെ ഒരു ധാരണ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. UDF സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി വരെയുള്ള സാറ് വരെയുള്ള ആ ഒരു നേതൃത്വനിരയുടെ ആ ഒരു ക്വാളിറ്റി ഈ ഉള്ള ആർക്കും ഉണ്ടെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതിൽ ഇപ്പോൾ സാധ്യത അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല വരെയാണെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്, പിന്നെ കൂടെ ഉള്ള മറ്റ് ആളുകളുമായിട്ട് ഒരുമിച്ച് പോകാനും ഒക്കെയുള്ളൊരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു. ഇതേ പേര് തന്നെയാണ് കെ സുധാകരനും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം MP ആണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ്. കണ്ണൂർ കോൺഗ്രസിൻ്റെ വേരോട്ട് ഉണ്ടാക്കി കൊടുത്ത ആളും സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. PJ കുര്യൻ മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനാണ്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരിലും അദ്ദേഹം പ്രമുഖനാണ്. മധ്യ തിരുവിതാംകൂറിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. അദ്ദേഹവും ആ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇവിടെ 2 പ്രശ്നം വരുന്നത്, അദ്ദേഹത്തിൻ്റെ കണ്ടസ്റ്റൻസ് 2 പേരാണ് ഉള്ളത്. ഒന്ന് VD സതീശനുണ്ട് പ്രധാനമായിട്ട് നിൽക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ രംഗത്തില്ല. അപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവുമാണ്. സ്വാഭാവികമായും അങ്ങേക്കറിയാം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നാച്ചുറൽ ക്ലെയിമാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത്. VD സതീശനേക്കാൾ എന്തും മെച്ചമാണ് രമേശ് ചെന്നിത്തലയിൽ അങ്ങ് കാണുന്നത്. അല്ല, VD സതീശനിൽ ഇപ്പോൾ ദോഷം പറയുന്നതല്ല, അദ്ദേഹത്തിനേക്കാൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്നാണ് പല പ്രവർത്തനങ്ങളും സംസാരങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. VD സതീശൻ്റെ ഈ അടുത്തുള്ള പല പ്രസ്താവനകളും ചില കാര്യങ്ങളോട് കണ്ണടയ്ക്കുന്നൊരു സമീപനവും ഒക്കെ അദ്ദേഹത്തിന് സംസ്ഥാനത്തോടുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിനെ എങ്ങനെ നയിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പ്രകടിപ്പിച്ച് കണ്ടില്ല എവിടെ. അദ്ദേഹം രാഷ്ട്രീയപരമായി ഉള്ള കാര്യങ്ങൾ, എതിരാളികളെ രാഷ്ട്രീയപരമായിട്ട് അടിച്ചിരുത്താനും അതേപോലെയുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തല അത് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം നമുക്കറിയാം, നേരത്തെ ഉള്ള ആ ഒരു എല്ലാവരെയും കൂടെ നിർത്തി ആ ഒരു കാഴ്ചപ്പാടിൽ പോകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിലൊരു വ്യത്യാസം ഞാൻ കാണുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങ് രമേശ് ചെന്നിത്തലയാണ് മുന്നിൽ കാണുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ. ഇനി LDF അധികാരത്തിൽ വന്നാലോ? LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെയും നിർദ്ദേശിക്കാനില്ല, സഖാവ് പിണറായി വിജയൻ സാറ് തന്നെ. കാരണം അത് ഉറപ്പാണല്ലോ, അവിടെ വേറൊരു ആൾട്ടർനേറ്റീവ് നമുക്കില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിലും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക നല്ലത്. അത് സഖാവ് പിണറായി വിജയൻ സാർ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് അത് ഉറപ്പ്. പക്ഷെ ഇതിൽ ആര് വരും എന്നുള്ളത് ഇപ്പോഴും ഒരു എനിക്ക് തോന്നുന്നത് ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു തൂക്ക് വരാനാണ് സാധ്യത കൂടുതൽ. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ. അഥവാ നേരിയ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അത് LDF കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം LDFൻ്റെ പ്രവർത്തന രീതി വളരെ മികച്ചതാണ്. നമുക്കറിയാം LDFൻ്റെ ഒരു
ഘടകത്തിൽ നിന്നും ഒരു നിർദ്ദേശം ഏറ്റവും താഴെയുള്ള ഘടകങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായി നടപ്പാക്കാനുള്ള ആ സിസ്റ്റം അവർക്കുണ്ട്. UDFന് അതില്ല. UDFന് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ താഴേക്കിടയിലുള്ള കമ്മിറ്റികൾ അതുപോലത്തുള്ള പ്രവർത്തന മണ്ഡലങ്ങളില്ല. അവിടെ പ്രവർത്തിക്കാനും ആൾക്കാർ കുറവാണ്. അത് അവരുടെ വലിയൊരു പോരായ്മ തന്നെയാണ്. എന്നാലും ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം അത് UDFനെ അനുകൂലമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പല വിഷയങ്ങളും, ഇപ്പോൾ ഈ ശബരിമല വിഷയം, മുനമ്പം വിഷയം അടക്കമുള്ള പല വിഷയങ്ങളും സർക്കാരിനൊരു നെഗറ്റീവ് പിക്ചർ കിട്ടിയിട്ടുണ്ട്. ആ നെഗറ്റീവ് പിക്ചറിനെ UDFന് ശരിക്കും മുതലെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. അവരതിനൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ UDFന് തീർച്ചയായും ഇത്തവണ നല്ല വിജയസാധ്യത ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആ വിജയസാധ്യത ആർക്കാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നേരത്തെ UDFന് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ഇപ്പോൾ കുറഞ്ഞു വന്നു. അപ്പോൾ ഫൈറ്റ് നെക്ക് ടു നെക്ക് ഫൈറ്റായി. ഒരു പക്ഷേ LDFന് മുൻതൂക്കം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട എന്നുള്ളതാണ് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, കേരളത്തിലെ ഒരു മൂന്നാമതൊരു മുന്നണി BJPയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടുണ്ട്. ഈ മൂന്നാം മുന്നണിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഈ മൂന്നാം മുന്നണിക്ക് കേരളത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ചും എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? വികസിത കേരളം എന്ന ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങൾ അത് ഗംഭീരമായിട്ട് തന്നെയാണ് നടത്തുന്നത്. അത് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPയുടെ പ്രവർത്തനങ്ങൾ, NDAയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കേരളത്തിൽ വളരെ ഉഷാറായി നടക്കുന്നു. ഈ ഇലക്ഷനിൽ അത് തീർച്ചയായും നല്ലൊരു ഇമ്പാക്റ്റ് അതുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതെല്ലാം സീറ്റുകളായി എങ്ങനെ രൂപം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയമുള്ളത്. അത് ഇപ്പം ഈ കേരളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഇതുവരെ. പക്ഷെ ഇത്തവണ ഇലക്ഷനിലൊരു മാറ്റം ഉണ്ടാവും. NDAക്ക് ഒരു 4-5 സീറ്റുകളെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ പിന്നെ അതിൽ ഒരുപാട് അടിയൊഴുക്കുകൾ ഉള്ള സംസ്ഥാനമാണല്ലോ കേരളം. അതൊക്കെ അവസാന നിമിഷം എന്ത് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. സാധാരണയിൽ ഇപ്പോഴത്തെ അവരുടെ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തന രീതിയൊക്കെ കാണുമ്പോൾ ഒരു 4-5 സീറ്റുകൾ വരെ കിട്ടാനുള്ളൊരു സാധ്യത NDAക്ക് ഉണ്ട്. അവസാനത്തെ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് ഈ ഇൻ്റർവ്യൂ നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്കൾക്ക് ഒരുപാട് അടുത്ത ബന്ധങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. സ്ഥിരം സാന്നിധ്യമുണ്ട്. അപ്പം പാലക്കാടുമായിട്ട് നല്ല ബന്ധമാണല്ലോ. മണ്ണാർക്കാടാണ് താമസിക്കുന്നതെങ്കിലും പ്രവർത്തന മേഖലയിലൊന്ന് പാലക്കാട് തന്നെയാണ്. ഈ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയസാധ്യത കാണുന്നത്? പാലക്കാട് ഇപ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്, ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ഒരു സാധ്യത കാണുന്നത്. ഇപ്പോഴുള്ള പല തെരഞ്ഞെടുപ്പ് സർവേകളിലും അവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതും പിന്നെ അവരുടെ പ്രവർത്തനവും അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പാലക്കാട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വരും എന്നാണ് കാണുന്നത്. കാരണം എതിർ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി, അദ്ദേഹം ആദ്യം വന്ന സമയത്ത് വളരെ ഗംഭീരമായിട്ട് വന്നെങ്കിൽ കൂടി പിന്നീട് ഒരുപാട് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, പല മോശമായ ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ട് ആ ഒരു ഇമേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി അത്ര ഫേമസ് അല്ല, അദ്ദേഹം അത്ര പൊതുകാര്യ പ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ പുതിയൊരു ട്രെൻഡ്, ഒരു കാറ്റ് അനുകൂലമായിട്ട് വന്നത് NDAക്ക് തന്നെയാണ് അവിടെ. അപ്പോൾ അത് ഞാനീ പറഞ്ഞ നേരത്തെ പ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഒന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം, താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.